ഹൈഫ മാത്രമല്ല, ടെൽ അവീവ്, ഇസ്രായേലിലെ മറ്റു പല പ്രദേശങ്ങൾ, ഇവയെല്ലാം ഇറാന്റെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇസ്രായേലിന് ആവശ്യാനുസരണം കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വാർത്ത മുഴുവൻ ഇസ്രായേൽ ജനതയ്ക്കും വലിയൊരു ഉത്കണ്ഠ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇറാനല്ലേ അവർ അത്രയൊക്കെ ചെയ്യൂ ഇത്രയൊക്കെ ചെയ്യൂ എന്ന് ഇസ്രായേൽ തന്നെ കണക്കുകൂട്ടി വെച്ചിരുന്നു. പ്രധാനമായും ഇതിൽ ഇറാൻ ഒരു സൈക്കോളജിക്കൽ ഗെയിം കളിച്ചു. ആ ഗെയിം എന്താണ്? ഇന്ത്യ അർമേനിയയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്ത്? ഇങ്ങനെ കൂടുതൽ അപ്ഡേറ്റ്സ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അർമേനിയയുടെ ഫോറിൻ മിനിസ്റ്ററുമായി നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു എന്നുള്ള ഒരു മെസ്സേജും ട്വിറ്ററിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ട്വിറ്ററിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസ് നൽകണം. നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയം സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു വ്യക്തിയുമായി സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിനും ഇടയിൽ എന്താണ് സംസാരിച്ചത്, അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ വരണം. ഇത് വിദ്യാർത്ഥികൾക്ക് ഞാൻ നൽകുന്ന ചെറിയൊരു ടിപ്പാണ്. കാരണം ഇപ്പോൾ അർമേനിയയുമായി നമ്മൾ സംസാരിച്ചല്ലോ, ഏതൊരു കാരണവുമില്ലാതെ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അവിടെയുള്ള ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിച്ചു എന്നൊക്കെ ചിന്തിച്ചാൽ തെറ്റാണ്. ഇന്ത്യക്കാരെ രക്ഷിക്കണം. റഷ്യ ഇതിനകം ഇറാനിൽ അകപ്പെട്ടിരിക്കുന്ന റഷ്യക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. നിരവധി രാജ്യങ്ങൾ സമാനമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ നേരിട്ട് അർമേനിയെ വിളിക്കുന്നു. അർമേനിയോട് പറയുകയാണ്, ഇന്ത്യക്കാർ അർമേനിയയിലേക്ക് വരും, അവിടെ നിന്നും ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് അയക്കണം, ഇതാണ് പദ്ധതി. അപ്പോൾ ഈ പദ്ധതി കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അർമേനിയയുടെ പൂർണ്ണ പിന്തുണ നമുക്ക് ആവശ്യമാണ്. ഇറാനിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാരെ കൃത്യമായി ശ്രദ്ധിച്ച് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് അയക്കണം. ഈ ഒരു ദൗത്യം നമ്മളിപ്പോൾ അർമേനിയക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അർമേനിയയുടെ ഫോറിൻ മിനിസ്റ്ററുമായി നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ സംസാരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ പറയുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സൂക്ഷ്മമായ ഒരു ചിന്ത വേണം. വിദേശ നയമായിക്കോട്ടെ, നമ്മുടെ സൗഹൃദമായിക്കോട്ടെ, നമ്മുടെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളായിക്കോട്ടെ, ചർച്ചകളായിക്കോട്ടെ, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് പല സമയങ്ങളിലും ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, ഇപ്പോൾ ഗെയിം ഓഫ് കാറ്റ് ആൻഡ് മൗസ് ഇത് നിങ്ങൾക്കറിയാം. എലിയുടെയും പൂച്ചയുടെയും ഒരു ഗെയിം. പൂച്ച എപ്പോൾ വരും ആക്രമിക്കുമെന്ന് എലി കാത്തിരിക്കും, പൂച്ച വന്ന് ആക്രമിച്ചിട്ട് പോകും. എലി എപ്പോൾ വരും ആക്രമിക്കുമെന്നും പൂച്ചയും കാത്തിരിക്കും, എലി വന്ന് ആക്രമിച്ചിട്ട് പോകും. ഇതാണിപ്പോൾ ഇറാനിലും ഇസ്രായേലിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പെട്ടെന്ന് ഒരു ഹൈവേയിൽ ഒരു വലിയ ട്രക്ക്, ആ ട്രക്കിൽ ഒരു വലിയ മിസൈൽ ഉണ്ട്. ആ ട്രക്ക് അവിടെ നിൽക്കുകയാണ്. ഈ ട്രക്കും മിസൈലും കാണുന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ പറയാൻ തുടങ്ങിയത്, ഇറാന്റെ പക്കൽ ആവശ്യത്തിന് ഇന്ധനമേ ഇല്ല, ഈ മിസൈൽ അവരുടെ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ പോലും ഫ്യൂൽ ഇല്ല, അതുകൊണ്ട് ആ മിസൈലിനെ അവർ അങ്ങനെ ഉപേക്ഷിച്ചു. ഈ മെസ്സേജ് എല്ലാ സ്ഥലങ്ങളിലേക്കും പടരുന്നു. ഇതുപോലെ 3-4 മിസൈൽസ് പല ട്രക്കിലായി അവിടങ്ങളിൽ നിന്നു എന്നുള്ളത് ഇസ്രായേൽ മാധ്യമങ്ങൾ വലിയ വാർത്തയായി പുറത്തുവിട്ടു. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് മൊസാദ് ഏജൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറാൻ തന്നെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ടാകാം. പക്ഷെ സത്യം എന്താണെന്ന് അറിയണ്ടേ? അവയെല്ലാം ഡീകോയ് മിസൈൽസ് ആണ്, അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കാത്ത മിസൈലുകൾ, ഫോൾട്ടേഡ് മിസൈൽസ് എന്ന് പറയാം. ഈ മിസൈലുകളെല്ലാം നിർത്തിവെച്ചിട്ട് ഇങ്ങനെയുള്ള മിസൈൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം ഇറാന്റെ പക്കൽ മിസൈൽസ് ഇല്ല, ഇന്ധനമില്ല, ഇറാന്റെ പക്കൽ കോർഡിനേഷൻ ഇല്ല, ഇങ്ങനെയുള്ള ഒരു പ്രചരണമാണ് നടത്തിവരുന്നത്. ഈ പ്രചരണം എല്ലാം അവസാനിച്ച 2 മണിക്കൂറിൽ ഇറാന്റെ ആക്രമണം ആരംഭിച്ചു. ഇതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല, എല്ലാം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു. കഴിഞ്ഞ തവണ 200-300 മിസൈൽസ് അയച്ചു. അപ്പോൾ ഇത്തവണ ഈ മിസൈൽസിന്റെ എണ്ണം കൂടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇപ്പോൾ എണ്ണം കുറഞ്ഞിരുന്നു. 70 മുതൽ 90 മിസൈൽസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഏകദേശ കണക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നലെ പോലും ഹൈഫ മുതൽ പല സ്ഥലങ്ങളിൽ ഇറാൻ അയച്ച മിസൈൽസിനെ ഇസ്രായേലിനെ കൊണ്ട് തടയാൻ സാധിച്ചിട്ടില്ല. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ നടന്ന ആക്രമണത്തിലും ഇസ്രായേലിനെ കൊണ്ട് അവയൊന്നും തടയാൻ സാധിച്ചിട്ടില്ല. പല മിസൈൽസ് ഇസ്രായേലിന്റെ എയർ സ്പേസിൽ നിന്നും ഇസ്രായേൽ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതും ആ മിസൈൽ വന്ന സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യത ഒരല്പം കുറവാണെങ്കിൽ പോലും കൃത്യമായൊരു തിരിച്ചടിയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കണം എന്നുള്ളതിൽ നിന്നും ഇറാൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ഡീകോയ്സിനെ കണ്ടിട്ട് ഇറാൻ അത്രയേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു, ഇറാന്റെ പക്കൽ ഇനി ഒന്നും ഇല്ല എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലിന് പെട്ടെന്നടുത്ത 2 മണിക്കൂറിൽ തന്നെ നിരയായി ബാലിസ്റ്റിക് മിസൈൽസ് വന്ന് വീഴുന്നു. ഈ ഒരു വീഡിയോ വൈറലായി മാറി. അതുപോലെ ദുബായിൽ നിന്നും ഒരാൾ കോക്പിറ്റിൽ നിന്നും എടുത്ത ഒരു വീഡിയോയും പുറത്തുവിട്ടു. അതിൽ ഈ ബാലിസ്റ്റിക് മിസൈൽ ഇറാനിൽ നിന്നും തിരിച്ച് നേരെ ഇസ്രായേലിലേക്ക് പോകുന്ന ആ ഒരു രീതി, ആ പാത അദ്ദേഹം അതുപോലെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്.
അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ മിസൈൽസ് എങ്ങനെയാണ്, അതിൻ്റെ യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ആ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ ബാലിസ്റ്റിക് മിസൈൽസ് അതിൻ്റെ എൻഡിലെത്തുമ്പോൾ, അതായത് ഈ പാരാബോൾ പാത്തിൽ നിന്നും നേരിട്ട് ഭൂമിയെ നോക്കി വരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ സ്പീഡ് ഒരു ഹൈപ്പർസോണിക് ലെവലിലായിരിക്കും. ഈ ഹൈപ്പർസോണിക് സ്പീഡിലുള്ള കൂടുതൽ മിസൈൽസിനെ ഇസ്രായേലിനെ കൊണ്ട് നിയന്ത്രിക്കാൻ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയ പരാജയമായി തന്നെ കാണാം. ഇല്ലല്ലോ, ഇസ്രായേൽ ഇതൊക്കെ തടയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. ഇസ്രായേൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ പക്കൽ ആവശ്യമായ മിസൈൽ ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം അവരുടെ പക്കലുള്ള എയ്റോ 3 ആയിക്കോട്ടെ, ഡേവിഡ് സ്ലിംഗ് ആയിക്കോട്ടെ, ഇനി താഡ് എന്നത് അമേരിക്കയുടെ ഒരു സംവിധാനം, അതങ്ങനെ മാറ്റിവെക്കാം. എയ്റോ 3 കൂടാതെ ഡേവിഡ് സ്ലിംഗ്, ഈ 2 മിസൈൽസ് ആണ് അവരുടെ വ്യോമ പ്രതിരോധത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. എന്നാൽ ഈ ഡേവിഡ് സ്ലിംഗ് നോക്കിയാൽ വർഷത്തിൽ 200-300 മാത്രമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒഫീഷ്യലായി ഇസ്രായേൽ പുറത്തുവിട്ട കണക്ക്. അതേസമയം എയ്റോ 3 ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരല്പം കുറവാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇതിനകം ഇസ്രായേൽ ഹൂത്തികളുമായും ഹമാസുമായും ഹിസ്ബുള്ളയുമായും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നല്ലോ. അതിലൊക്കെ ഒരു അല്പം എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതിനും അപ്പുറം ഇറാന്റെ ആക്രമണം ഇപ്പോൾ വളരെ വലുതായി നടക്കുകയാണ്. അപ്പോൾ വീണ്ടും എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആവശ്യകത അവർക്ക് വർദ്ധിക്കാം. ഈ ആവശ്യം വർദ്ധിക്കുമ്പോൾ ഇസ്രായേൽ നേരിട്ട് അമേരിക്കയോട് അവരുടെ താഡ് സംവിധാനം ആവശ്യപ്പെടും. അപ്പോൾ ഈ താഡ് എന്ന ആന്റി മിസൈൽ സിസ്റ്റം എടുത്ത് ഇവർ ഉപയോഗിക്കും എന്ന് ചിന്തിക്കുക. സത്യത്തിൽ ഇത് പല കോടി രൂപയാണ്. ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പൊതുവെ അമേരിക്കയുടേതെന്ന് പറയുമ്പോഴും ഇത് ഇന്ത്യയേക്കാൾ വളരെ 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 കൂടുതലാണ്. ഇന്ത്യ നമ്മളൊരു 12 കോടിക്കൊക്കെ ഒരു മിസൈൽ നിർമ്മിക്കുകയാണെങ്കിൽ അതേ മിസൈലിനെ അമേരിക്ക നിർമ്മിക്കുന്നത് 200 കോടി 250 കോടിയൊക്കെയാണ്. അവിടെയുള്ള വർക്ക് ഫോഴ്സ് മുതൽ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉൾപ്പെടെ എല്ലാം വ്യത്യസ്തമായിരിക്കും. എന്നാൽ രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് ഒന്ന് തന്നെയായിരിക്കും. 12 കോടി വിലയുള്ള മിസൈലും ഈ വർഷത്തെ 200 കോടി വില വരുന്ന മിസൈലും സൃഷ്ടിക്കുന്നത് ഒരേ ഇമ്പാക്റ്റ് തന്നെയാണ്. അതും ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു പ്രൊജക്ടൈലിനെ നശിപ്പിക്കണം, അതാണ് ജോലി. ഈ ജോലി 12 കോടി വെച്ചും ചെയ്യാം, 200 കോടി 300 കോടി വെച്ചും ചെയ്യാം. പക്ഷെ അമേരിക്കയുടെ താഴെടുത്ത് നോക്കിയാൽ അത് പല കോടി രൂപ ഇസ്രായേൽ എക്സ്ട്രാ ചിലവഴിക്കേണ്ടി വരും. ഇത്രയും എക്സ്പെൻസീവായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തെയാണ് ഇപ്പോൾ ഇറാൻ ഇങ്ങനെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഓരോ ആക്രമണങ്ങൾ നടത്തി പരീക്ഷിക്കുകയാണ്. ഇറാന്റെ ഈ ഒരു പരീക്ഷണം അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ബാലിസ്റ്റിക് മിസൈൽസ് വീണ്ടും ഒരു 10 ദിവസം തുടർന്ന് അയച്ചുകൊണ്ടിരുന്നാൽ ഇസ്രായേലിന്റെ യഥാർത്ഥ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, ഇതെല്ലാം ലോകത്തിന് മനസ്സിലാകും, ഒരു റിപ്പോർട്ടായി തന്നെ ലഭിക്കും. അപ്പോൾ ഈ പൂച്ചയ്ക്കും എലിക്കും ഇടയിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ ഇറാൻ ഒരു പടി മുന്നിലേക്കാണെന്നും പറയാം. ഇസ്രായേലും ഇത് നിസ്സാരമായി എടുക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതികാരം ചെയ്യും. പക്ഷേ ഇസ്രായേൽ ഇതിനെ ഇങ്ങനെ ഒറ്റയ്ക്കാണോ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇല്ല. 20 ടാങ്കർ വിമാനങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് അമേരിക്ക അയച്ചത്. അതുപോലെ മറ്റ് പല ഉപകരണങ്ങൾ, ആയുധങ്ങൾ, ഇവയെല്ലാം ഉക്രൈൻ ഭാഗത്ത് നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക തിരിച്ചിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് സഹായം നൽകണം എന്നത് മാത്രമാണ്. അമേരിക്ക മാത്രമല്ല, UK അവരുടെ ഫൈറ്റർ ജെറ്റിനെ ബോർഡറിൽ നിർത്തിയിട്ടുണ്ട്. സൈപ്രസിൽ ഇടയ്ക്കിടെ റൊട്ടീൻ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ചാരപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ പല രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഇസ്രായേൽ അടുത്ത ആക്രമണത്തിന് തയ്യാറാകും. ഈ ഒരു ആക്രമണം ഇറാനിലെ ഏത് ഭാഗങ്ങളിലേക്കാണ് എന്നുള്ളത് ഇതുവരെയും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ പോലും ഇസ്രായേൽ ഞങ്ങൾ ഈ സ്ഥലമാണ് ആക്രമിക്കാൻ പോകുന്നത്, എല്ലാവരും അവിടെ നിന്ന് മാറുക എന്നൊരു അറിയിപ്പ് കൊടുത്തു. പക്ഷേ ഇന്നത്തെ ആക്രമണം എങ്ങനെയായിരിക്കുമെന്ന് ഇസ്രായേൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് കിട്ടിയ അടി അങ്ങനെയാണ്, കത്തി എരിയുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും എയർ ഡിഫൻസ് സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന കുറ്റാരോപണമുണ്ട്. ചില സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ബാറ്ററി മുഴുവനും പൊട്ടിത്തെറിച്ചു. അതിന്റെ വീഡിയോസ് എല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം ഇസ്രായേലിന് വലിയൊരു പ്രതിസന്ധി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് നടുവിൽ ആരൊക്കെയാണോ ഇസ്രായേലിന് വേണ്ടി ഇറാനുള്ളിൽ നിന്നും ഡേറ്റ നൽകിയത്, ഈ മൊസാദ് ഏജൻസിനെ എല്ലാം ഇറാൻ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്തവരെ അടുത്ത ദിവസം തന്നെ അവർ തൂക്കിലേറ്റുകയും ചെയ്തു. എത്ര പേരെ കൊന്നു എന്നുള്ള കണക്ക് ഇതുവരെയും ഇറാൻ പറഞ്ഞിട്ടില്ല. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത മൊസാദ് ഏജൻസിനെ ഉടൻ തന്നെ കൊല്ലണമെന്നുള്ളതും ഇറാന്റെ ഒരു ഉത്തരവാണ്. ഇതുപോലെ ഇറാൻ എന്ന രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഒറ്റുകൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് മരണശിക്ഷ ഉറപ്പാക്കുമെന്നുള്ള ഒരു അറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇറാൻ ഒരു വലിയ നാശം ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. കത്തിയെരിയുന്ന ഹൈഫ തുറമുഖമായിക്കോട്ടെ, അല്ലെങ്കിൽ ടെൽ അവീവ് ആയിക്കോട്ടെ, വീണ്ടും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇതിനെല്ലാം തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറാകും. ഇവയ്ക്കെല്ലാം തയ്യാറാണ് എന്ന് ഇറാനും പറയും. അടുത്ത അപ്ഡേറ്റിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഇങ്ങനെ വെരിഫൈഡ് ആയിട്ടുള്ള
ഇങ്ങനെ വെരിഫൈഡ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ അറിയാനായി വോയിസ് ഓഫ് വീക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.